Hey my beautiful, welcome back to my Puffs channel. ഈ ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നത് എന്ന് നോക്കാം. സോ യു ക്യാൻ ചൂസ് വൺ നമ്പർ ഓർ എ ഗ്രൂപ്പ്, 1 or 2. So let's see, group number 1 ഈ ഫുൾ മൂൺ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് വരുന്ന 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു സൊല്യൂഷൻ അന്വേഷിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു 2 സിറ്റുവേഷനിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. 2 തോട്ട്സിലായിരിക്കാം, 2 കാര്യങ്ങളായിരിക്കാം, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കാം. ഓൾറൈറ്റ്, മെയിൻലി ഒരു 2 മേജർ സിറ്റുവേഷന് നിങ്ങൾ എങ്ങനെ അത് പരിഹരിക്കും, എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ള ചില സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനും അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് ഇത്ര ഒരു പ്രഷർ തരുന്നത്, നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മേജറായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര കാലം എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. 2 സിറ്റുവേഷന്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കാം. സോ എന്ത് ചെയ്യണം, ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ അതിന് മാറി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കാലമായിട്ട് പോയിട്ടുള്ളത് അതുപോലെയല്ല നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. സോ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം അത്ര കാലമായിട്ടുള്ള ഒരു സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ഈ വരുന്ന ഫുൾ മൂണിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ലൈഫിൽ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ കളർഫുൾ ലൈഫ് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടും നിങ്ങളുടെ ചില ടാലൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ മേ ബി നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതും നിങ്ങളുടെ ഒരു സ്കില്ലിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഏത് ടാലന്റ് ചൂസ് ചെയ്യണം, നിങ്ങൾ ഏത് ടാലന്റ് ചൂസ് ചെയ്യണം, ഏത് പാഷനിലേക്ക് നിങ്ങൾ വരണം, ഏത് ജോലി നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന സമയത്ത് സാധിക്കുന്നുണ്ട്. എന്റെ ഗ്രൂപ്പ് നമ്പർ 1, ലെറ്റ്സ് സീ വാട്ട് ബ്ലെസ്സിങ്സ് ആർ ഓൺ യുവർ വേ. സോ ചില കാര്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പഠനപരമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സ്കില്ലിൽ വർക്ക് ചെയ്യണം അതൊക്കെ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങളൊരു വലിയൊരു ആഗ്രഹമായിട്ട് കിടക്കുന്നതെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആക്ഷനിലേക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡീപ്പ് ലെവലിൽ നിങ്ങളെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു മേജർ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, എന്നാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് പ്രോസസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്ന 30 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ അടുത്തൊരു ഫുൾ മൂൺ ടൈമിനുള്ളിൽ നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻ ആയിരിക്കാം, അത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടോ നിങ്ങളുടെ ചില ഹാബിറ്റ്സ് കൊണ്ടോ ഡിലേ ആയി പോയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ചില ഹാബിറ്റ്സ്, മൈൻഡ് സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇതുപോലത്തെ ചില കാര്യത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഈവൻ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്തും നിങ്ങൾ എത്ര കാലം എങ്ങനെയാണോ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് അതുപോലെയല്ല നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. സോ ചില സിറ്റുവേഷന്റെ ഒരു കംപ്ലീറ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ
ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഗ്രൂപ്പ് നമ്പർ 2, ഈ ഫുൾ മൂൺ ടൈമിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ ആഗ്രഹങ്ങളാണ് വിഷ് ഫുൾഫിൽമെന്റ് സിറ്റുവേഷനിലേക്ക് വരുന്നത്? ട്രസ്റ്റ്. ഓക്കെ, സോ എന്തൊക്കെയോ മേജർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. ഓൾറൈറ്റ്, ചില സർപ്രൈസ് ആയിട്ട് ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് ഒരു ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക്. ഓക്കെ, സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഒരു ക്ലൂ ഉണ്ടാവില്ല ചില കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, യാതൊരു ക്ലൂ ഉണ്ടാവില്ല. ബട്ട് ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഒരു ഡെസ്റ്റിനി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ഇന്നർ വോയിസ്, നിങ്ങളാകെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സ്പെഷ്യലി ചില ഹാർമണി സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില മീറ്റിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. ഓർ മേ ബി നിങ്ങളൊരു മീറ്റിംഗ്സിന് വേണ്ടിയിട്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ ഇതൊരു ഡിവൈൻ ടൈം ആയിരിക്കില്ല. കുറച്ച് സമയമായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ആ ഒരു സമയം ഒരു ഡിവൈൻ ടൈം ആയിരിക്കില്ല. സോ എന്തുകൊണ്ട് ആ ഒരു ഡിലേ ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില സിറ്റുവേഷൻസ് സംഭവിച്ചു എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില കണ്ടുമുട്ടലുകൾ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഈ ഒരു വരുന്ന സമയത്തും അതൊരു പ്രോസസ്സിലൂടെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ചില സിറ്റുവേഷൻ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കണ്ടുമുട്ടലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ്, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. സോ ദാറ്റ്സ് എ റീസൺ യു നീഡ് ടു ട്രസ്റ്റ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ അഡ്വഞ്ചർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അറിയില്ല ചില കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, എന്താണ് നിങ്ങൾക്ക് ലൈഫ് കരുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ബട്ട് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരുപാട് സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ എത്രമാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, കണക്ഷൻ. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ കണക്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ അതിനൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഒരു കാര്യം അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഗോൾഡ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ ഡയമണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. Group number 2, let's take one more message. Harmony. നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ എടുത്തിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർമണി, ഐക്യം സംഭവിക്കുന്നുണ്ട്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കില്ല, ഇനി ഒരു ഐക്യം ഉണ്ടാവില്ല അവിടെ, ഇനി ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പാനിക് ആവുന്നുണ്ടായിരിക്കണം. നിങ്ങൾ സിറ്റുവേഷൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ആ ഒരു ഫ്ലോയില് നിങ്ങൾ പോവാ. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫ്ലോയില് നിങ്ങൾ പോവാ. കാരണം ഇത് ചില നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, സോ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, സോ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കേണ്ടതായിട്ടില്ല. എല്ലാം കൂടെ ഒരു ഊരാക്കുടുക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരും. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു ഹാർമണിയാണ്. ഓക്കെ, ചില സർപ്രൈസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ അത് ട്രസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ അത് അതിൻ്റെതായിട്ടുള്ള ഒരു റൈറ്റ് ടൈമിൽ സംഭവിക്കും. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.